ഗൈസ് ജെഫോടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള 2 അപ്ഡേഷനുമായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നത്, നമ്മൾ ഏത് ഭാഷയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അവർ മാത്രമാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അല്ലേ. അതായത് ഞാനൊരു മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ഒരു ടെക് ചാനലാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നത് മലയാളികൾ മാത്രമാണ്, വേറെ ആരും കാണാൻ ചാൻസ് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോൻ്റെ വ്യൂ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോൻ്റെ വ്യൂ, മലയാളത്തിൽ ചെയ്യുന്ന വീഡിയോൻ്റെ വ്യൂ ആ മലയാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ യൂട്യൂബ് ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നേക്കുവാണ്, നമ്മുടെ ഓട്ടോ ഡബ്ബിങ്. അത് ഓട്ടോ ഡബ്ബിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കാണാനാവും. അതായത് ഹിന്ദി വേണേൽ ഹിന്ദി കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണം ഇംഗ്ലീഷിലാക്കിയിട്ട് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഭാഷയിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് എത്തിക്കാനാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സ് കൂടും. അതായത് നമ്മുടെ ഈ ഒരു ലാംഗ്വേജിൽ മാത്രം കാണുന്ന ആൾക്കാരല്ല കാണുന്നത്, ഒരുപാട് ഭാഷയിലുള്ള ആൾക്കാർ. ടെക് ആണെങ്കിൽ ടെക് പരമായിട്ടുള്ള വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് പല ഭാഷയിലുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തും. ഈ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് ആവും, വ്യൂസ്, നമ്മുടെ ചാനലിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും, നമ്മുടെ ചാനലിന് കൂടുതൽ സപ്പോർട്ട് വരും. അങ്ങനെ സപ്പോർട്ട് വരുന്നത് വഴി തന്നെ റീച്ച് കൂടും ചാനലിൻ്റെ. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പുതിയ യൂട്യൂബിൻ്റെ ഒരു അടിപൊളി അപ്ഡേഷനാണ്. പക്ഷേ അത് എല്ലാവർക്കും വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. ആദ്യം താമസിലാണ് എത്തുന്നതാണ്. യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ അകത്താണ് നമുക്ക് ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ മലയാളത്തിനുള്ള എല്ലാ ഭാഷയിലോട്ടും ആയിട്ടില്ല, നമ്മുടെ മലയാളം എന്നുള്ള ആ ഒരു ലാംഗ്വേജിൻ്റെ അകത്ത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാത്രമേ നമുക്ക് ഡബ്ബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. അത് യൂട്യൂബ് സ്റ്റുഡിയോത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ടുമില്ല, ബീറ്റ. അപ്പോൾ ഗൈസ് ഈ ഒരു അപ്ഡേഷൻ എല്ലാവർക്കും, എല്ലാ മലയാളിക്കെന്നല്ല എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ഭാഷകളിലേക്കും പോവുകയും കൂടുതൽ വ്യൂവേഴ്സ്, എല്ലാ ഭാഷയിലുള്ള സബ്സ്ക്രൈബേഴ്സ്. നമുക്കറിയാം ഇപ്പോൾ കേൽബ്രോൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന് ഭാഷ എന്ന് പറഞ്ഞ സംഭവം, നമ്മളൊരു സോങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സോങ്ങിൻ്റെ അകത്ത് അവരുടെ അഭിനയം, കാര്യങ്ങൾ, കോമഡി സീൻസ് മാത്രം, അവരുടെ ആ ഒരു വീഡിയോ മാത്രമാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്കൊക്കെ കൂടുതൽ സബ് വരാനുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ആ ഒരു വീഡിയോ കാണുന്നത്, അവർ കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു വീഡിയോ പോകുന്നതിൻ്റെ കാര്യം അവിടെ ഭാഷ വിഷയമല്ല, അവരുടെ വീഡിയോൻ്റെ കണ്ടൻറ്റാണ് വിഷയം. അവരത് കൂടുതൽ ആൾക്കാർ കാണും. അതേപോലെ തന്നെ ഭാഷ, അതായത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വീഡിയോൻ്റെ ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാകുന്നതാണെങ്കിൽ, അത് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ, നമ്മുടെ ചാനലിലെ വീഡിയോ എത്തും. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്, കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന്, കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഭാഷ അറിയാത്ത ആൾക്കാരുടെ നിന്നൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉപകാരമുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേഷനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് ആദ്യമായിട്ട് പറയുന്നത്. ഇത് ഒരു അടിപൊളി അപ്ഡേഷനാണ്. അത് തന്നെ പറയാം, ഇത് വന്നിട്ടില്ല, കുറച്ചും കൂടെ ടൈം എടുത്തിട്ടൊക്കെ ഓക്കെ വരുള്ളൂ. ഗൈസ് അടുത്തതായിട്ട് വരുന്ന ഒരു കിടുക്കാച്ചി അപ്ഡേഷനാണ്. നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കുന്ന എല്ലാവരുടെയും ഒരു കാത്തിരിപ്പാണ് ആ ഒരു അപ്ഡേഷൻ ഉള്ളത്. വേറെ ഒന്നുമല്ല, ക്രിയേറ്റർ മ്യൂസിക് എന്ന് പറഞ്ഞ അപ്ഡേഷനാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരു ലോങ് വീഡിയോയിനകത്ത് നമുക്കൊരു മലയാളത്തിലൊരു സോങ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കോപ്പറേറ്റ് അടിച്ച് കിട്ടും. അന്നേരം കോപ്പറേറ്റ് വന്നില്ലെങ്കിലും പിന്നീട് എന്തും എടുക്കും. പിന്നെ ആ ഒരു സോങ്ങിൻ്റെ ഓണർ നമ്മളെ തപ്പിപ്പിടിച്ച് വന്ന് നമ്മുടെ ചാനലിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് തരും. 90 ദിവസത്തേക്ക് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്ന പോലെയാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോപ്പറേറ്റിനെ കുറിച്ച്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും കോപ്പറേറ്റ് എന്നുള്ളതൊരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാനും നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഒന്നും ഇല്ലാണ്ടാക്കി കളയാനൊക്കെ കഴിയുന്നൊരു സംഭവമാണ് ഈ കോപ്പറേറ്റ് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്കൊരു സോങ് ആഡ് ചെയ്യാനാവും നമ്മുടെ ചാനലിനകത്ത്. എങ്ങനെ ഒരു സോങ് ആഡ് ചെയ്യാം, അതാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്, ക്രിയേറ്റർ മ്യൂസിക് അപ്ഡേഷൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന അതായത് മൂവി, സോങ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നിശ്ചിതമായ ഒരു പൈസ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്ക് നിശ്ചിതമായിട്ടൊരു പൈസ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സോങ്, നോൺ കോപ്പറേറ്റ് സോങ്സ് ഓരോ ചാനലിലും മേടിക്കാനാവും. അപ്പോൾ ആ ഒരു ചാനലിൽ എത്ര വീഡിയോസിന് വേണമെങ്കിലും ആ ഒരു സോങ് യൂസ് ചെയ്യാം, കോപ്പറേറ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ നിശ്ചിതമായിട്ടൊരു തുക വെച്ചിട്ടായിരിക്കും നമുക്കത് മേടിക്കാനാവുള്ളൂ. അതായത് അത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിശ്ചിത ഒരു പൈസ കൊടുത്തിട്ട് വേണം ബൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്കൊരു നോൺ കോപ്പറേറ്റീവ് സോങ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പെയ്ഡ് സൈറ്റുകളുണ്ട്. അതായത് നമ്മുടെ സോണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൈറ്റുകൾ ഗൂഗിളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നോൺ കോപ്പറേറ്റീവ് സോങ്സ് ഒക്കെ നമ്മൾ ബൈ ചെയ്യാൻ നല്ല എമൗണ്ട് ആവും. അങ്ങനെ എമൗണ്ട് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ചാനൽ മാത്രമേ യൂസ് ചെയ്യാനാവുള്ളൂ ഇതേപോലെ തന്നെ. പക്ഷേ
യൂട്യൂബിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സോങ് വേണേലും അതും യൂട്യൂബിലൊരു ഫീച്ചർ നിങ്ങൾ ആലോചിക്കണം, വലിയൊരു എമൗണ്ട് എന്തായാലും വരത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആ മേടിക്കുന്ന ഈ മലയാള സോങ്സൊക്കെ നോൺ കോപ്പിറൈറ്റ് കിട്ടുന്ന ആ ഒരു എമൗണ്ടോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റർ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ 2 അപ്ഡേഷനാണ് നമ്മളിന്ന് പറയാൻ വന്നത്. 2 അപ്ഡേഷനും സാധാരണക്കാരായ നല്ല യൂട്യൂബേഴ്സിന്, അതായത് എങ്ങനെയും ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതായത് സ്റ്റക്കായി കിടക്കുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരപ്പെടുന്ന അപ്ഡേഷനാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കൂടെ അറിയിച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.